നമസ്കാരം. വെൽക്കം ടു റീന സൈക്കോളജിക്കൽ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എല്ലാ പുരുഷന്മാരും, പ്രത്യേകിച്ച് വിവാഹിതരായവർ, പ്രായം ചെന്ന എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഏത് സമയത്ത് വേണം കറക്റ്റായിട്ട് ലിംഗം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ. പലർക്കും അറിയാൻ പാടില്ലാത്തൊരു വിഷയമാണ് ശരിയായിട്ടുള്ള സമയം ഏതാണ്, അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട സമയം ഏതാണെന്ന് പലർക്കും അറിയില്ല. ഇനി ചിലർക്ക് അറിയാമെങ്കിൽ തന്നെ അവരത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും അതിന് കൊടുക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു ലൈംഗിക ബന്ധം കടന്നു പോകുന്നത് പല പല ഘട്ടത്തിൽ കൂടിയാണ്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അത് വിശകലനം ചെയ്യുന്ന ഒരു ചാനലാണ്. സൈക്കോളജിക്കൽ മാത്രമല്ല, സെക്സ് സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ തന്നെ. പല ദമ്പതിമാരുടെ ഇടയിൽ ഒരുപാട് സെക്സ് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ വിശകലനം ചെയ്യുന്നൊരു ചാനലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ബന്ധപ്പെടണമെന്നൊരാഗ്രഹം തോന്നുന്നു. പിന്നെ ഫോർ പ്ലേ കഴിഞ്ഞ് ഇൻ്റർകോഴ്സ്, പിന്നെയാണ് ഓർഗാസവും ഇജാക്കുലേഷനും ഒക്കെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് വെച്ച് നോക്കുമ്പോൾ പല ദമ്പതികളും ഫോർ പ്ലേ നല്ല രീതിയിൽ സമയമെടുത്ത് ഫോർ പ്ലേ ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ സ്ത്രീ ലൈംഗികത എന്ന് പറയുന്നത് അവർക്ക് ചൂട് പിടിച്ച് വരുന്നത് പതുക്കെയാണ് അവർ ആ വികാരത്തിലോട്ട് വരുന്നത്. അതേസമയം പുരുഷൻ അങ്ങനല്ല. പുരുഷന് പെട്ടെന്ന് ചൂടാകുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ നല്ല രീതിയിൽ ഫോർ പ്ലേ ചെയ്യുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് നന്നായിട്ട് ലൂബ്രിക്കേഷൻ വരും. അപ്പോൾ ആ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ആ ഇൻ്റർകോഴ്സിനെ കൂടുതൽ ആനന്ദകരമാക്കാനും കുറച്ചുകൂടെ ഈസി ആക്കാനും ഒക്കെ വേണ്ടിയാണ് ലൂബ്രിക്കേഷൻ വരുന്നത് പ്രകൃതിയാൽ തന്നെ. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുന്നു. ഫോർ പ്ലേ ചെയ്യുന്ന സമയത്ത് ഉത്തേജിപ്പിക്കേണ്ട ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഉത്തേജിപ്പിക്കുന്നു. ചുംബനത്തിൽ കൂടിയും സ്പർശനത്തിൽ കൂടിയൊക്കെ ഉത്തേജിപ്പിക്കേണ്ടതൊക്കെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ ഉത്തേജിപ്പിച്ച് കഴിയുമ്പോൾ അപ്പോൾ രണ്ട് കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തേജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു, സെക്സിനകത്ത് പ്രത്യേകിച്ച് ഫോർ പ്ലേ ചെയ്യുമ്പം കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പുരുഷനാണ് എന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ ഫോർ പ്ലേക്കകത്ത് ഇൻവോൾവ് ആകുന്നുണ്ടെന്നല്ല, ആകണം. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീ നല്ല മൂഡാകാതെ, എന്ന് വെച്ചാൽ അവരൊരു പ്രത്യേക മൂഡിലേക്ക് വരും. ഫോർ പ്ലേ ചെയ്ത് നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക മൂഡിലോട്ട് അവർ വരും. ആ വരുന്നത് വരെ പുരുഷൻ ഇതിനകത്ത് അതീവ ക്ഷമ കാണിക്കണം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പല പല മാനസികാവസ്ഥയിൽ കൂടെയാണല്ലോ നമ്മുടെ ലൈഫ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ബന്ധപ്പെടുന്ന സമയത്തും പല പല വികാരങ്ങളും ചിന്തകളും ഓർമ്മകളും ഒക്കെ ഇതിനിടയ്ക്കൊക്കെ കയറി വരാം. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും എപ്പോഴും എല്ലാ സമയത്തും അങ്ങ് നല്ല മൂഡാകണം, എപ്പോഴും ഇതിനു വേണ്ടി അങ്ങ് ഇങ്ങനെ ആർത്തിയോടെ കാത്തിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ ആയിരിക്കത്തില്ലല്ലോ പലർക്കും. നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മനസ്സ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ടെൻഷന് അല്ലെങ്കിൽ ആങ്സൈറ്റിയൊക്കെ കൂടുതലായിട്ടുള്ള സമയത്ത് മൂഡാകാൻ, അവർക്ക് ആ മൂഡിലോട്ട് വരാനായിട്ട് താമസം വരും. ഇത് പുരുഷൻ മനസ്സിലാക്കണം. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായി ആസ്വദിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നല്ല ലൂബ്രിക്കേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഫോർ പ്ലേ സമയത്ത് നമ്മൾ ഇടയ്ക്ക് യോനിയിലേക്ക് വിരലിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല രീതിയിലുള്ള നനവ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം നല്ല നനവുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അവരത് ആസ്വദിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നല്ലൊരു മൂഡായി കഴിഞ്ഞാൽ ചില പ്രത്യേക ഒരു ഭാവങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് കാലൊക്കെ കുറച്ചുകൂടെ അകത്തി വെക്കും. അതുപോലെ തന്നെ കണ്ണൊക്കെ അടച്ച് അവർ പുരുഷൻ്റെ ലിംഗത്തിലേക്ക് പിടിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പ് അവർ നടത്തും. ഈ സമയത്ത് അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ അവരുടെ വികാരം നന്നായിട്ട് പ്രകടമാകുന്നത് കാണാം. അപ്പോൾ ഈ സ്ത്രീയെ നല്ല മൂഡാക്കിയിട്ട് വേണം ലിംഗം അകത്തേക്ക് വെക്കാവൂ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കളി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ശ്രദ്ധ മുഴുവൻ ഇങ്ങനെ അടിക്കുന്നതിനകത്തായിരിക്കും. അവർക്ക് അടിക്കുന്നതിനകത്തായിരിക്കും ആ ഒരു ആനന്ദവും ആ ഒരു സുഖവും കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, പുരുഷനെ സംബന്ധിച്ച് ലിംഗത്തിൻ്റെ ഭാഗത്താണ് അവരുടെ മുഴുവൻ സുഖവും ഇരിക്കുന്നത്.
പക്ഷേ സ്ത്രീക്കെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ലൈംഗിക സുഖം അനുഭവിക്കാനുള്ളൊരു കഴിവ് സ്ത്രീക്കുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ഉത്തേജന കേന്ദ്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ചെവിയുടെ പുറകുവശം, കഴുത്ത്, പിന്നെ ബ്രസ്റ്റ്, അതുപോലെ ബട്ടക്സ്, വയറിൻ്റെ ഭാഗം. അങ്ങനെ കുറേ ഭാഗങ്ങൾ സ്ത്രീകൾക്കുള്ളൊക്കെ പുരുഷന് സുഖം കിട്ടുന്നതാണ്. പക്ഷേ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതൽ സ്റ്റിമുലേഷൻ ഈ ഭാഗത്തുള്ളത്. അപ്പോൾ പുറത്തുള്ള ഈ വികാര കേന്ദ്രങ്ങളെയെല്ലാം ഉത്തേജിപ്പിച്ചിട്ട് വേണം സ്ത്രീകൾക്ക് അകത്ത്, നമ്മുടെ യോനിക്കകത്ത് പ്രധാനപ്പെട്ട ഒരു വികാര കേന്ദ്രമുണ്ട്, ക്ലിറ്റോറിസ്. അതിനെ ഉത്തേജിപ്പിക്കാനാണ് അതിനെ ഉത്തേജിപ്പിക്കേണ്ട ഘട്ടം വരുമ്പോഴാണ് പ്രധാനമായിട്ടും ലിംഗം അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. ഇപ്പം മനസ്സിലായോ ഏത് സമയത്ത് വേണം അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ളതെന്നുള്ളത്? അപ്പോൾ ഈ രീതി ചെയ്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീക്ക് ആദ്യം ഓർഗാസം വരാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ സ്ത്രീക്ക് ആദ്യം ഓർഗാസം വന്നതിന് ശേഷം ഒന്നുകിൽ 2 പേർക്കും ഒരേ സമയം വരാം, അതല്ലെങ്കിൽ അത് വളരെ റെയറാണ്. 2 പേർക്കും ഒരേ സമയം വരുന്നതൊക്കെ റെയറാണ്. പക്ഷേ എന്നാലും സ്ത്രീക്ക് ആദ്യം വന്നിട്ട് അതിനോടനുബന്ധിച്ച് പുരുഷന് വരുന്നതായിരിക്കും നല്ലത്. അത് തന്നെയല്ല, ഇതിനകത്ത് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഈ രീതിയിൽ നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം പുരുഷൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ഓഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.